ഹലോ, ടീച്ചറിൻ്റെ കൊച്ചുകൂട്ടുകാരെല്ലാവരും എത്തിയോ? ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയും അല്പം കാര്യവും വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇതാ പഞ്ചതന്ത്രത്തിലെ ഒരു കഥ കൂടി. പിന്നെ ടീച്ചറിൻ്റെ വീഡിയോസ് എല്ലാം മുഴുവനും കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കഥ ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എഴുതുകയും വേണം കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഇത് ഷെയർ ചെയ്യുകയും വേണം. ശരി, കഥയിലേക്ക് പോവാം. ഒരു വലിയ മരത്തിന് താഴെ രണ്ട് പൂച്ചകൾ തമ്മിൽ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പൂച്ച അങ്ങ് ദൂരെ ഒരു അപ്പം കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഉടനെ രണ്ടാമത്തെ പൂച്ചയോട് പറഞ്ഞു, ദാ അവിടെ ഒരു അപ്പം. രണ്ടാമത്തെ പൂച്ച വേഗം ഓടിച്ചെന്ന് ആ അപ്പം എടുത്തു. ആദ്യത്തെ പൂച്ചയും കൂടെ പോയി. അവസാനം ഈ അപ്പത്തിനെ ചൊല്ലി രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കായി. ആദ്യത്തെ പൂച്ച പറഞ്ഞു, ഞാനാണത് കണ്ടത്, അതുകൊണ്ട് അതിൻ്റെ അവകാശി ഞാനാണെന്ന്. രണ്ടാമത്തെ പൂച്ച പറഞ്ഞു, ഞാനാണ് അത് ആദ്യം പോയി എടുത്തത്, അതുകൊണ്ട് അതിൻ്റെ അവകാശി ഞാനാണെന്ന്. രണ്ടുപേരും കൂടെ ഭയങ്കര തർക്കം. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരത്തിൻ്റെ മുകളിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. കുറേ നേരം ഇത് കണ്ട കുരങ്ങച്ചൻ താഴെ ഇറങ്ങി വന്ന് പൂച്ചകളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു. പൂച്ചകൾ അവരുടെ കാര്യങ്ങൾ കുരങ്ങച്ചനോട് പറഞ്ഞു. തങ്ങളാണ് അതിൻ്റെ പൂർണ്ണ അവകാശി, അതുകൊണ്ട് മുഴുവനായ അപ്പം അവർക്ക് തന്നെ ഓരോരുത്തർക്കും വേണമെന്ന് അവകാശപ്പെട്ടു. കുരങ്ങച്ചൻ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരപ്പമുണ്ട്. ഈ ഒരപ്പം രണ്ടു പേർക്കും കൂടെ തരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ തരണമെങ്കിൽ ഒരപ്പം കൂടെ എവിടുന്നെങ്കിലും കിട്ടണം. അതിപ്പം നടക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ളത്, ഈ ഒരപ്പം ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കണം. മറ്റേയാൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കാൻ സമ്മതമാണെങ്കിൽ മറ്റേയാൾക്കിത് മുഴുവനായി കിട്ടും. രണ്ട് പൂച്ചകളും അതിന് സമ്മതമല്ല. രണ്ട് പൂച്ചകളും പറഞ്ഞു, ഞങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് അവർ അവകാശപ്പെട്ടു. അന്ന് കുരങ്ങച്ചൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇതിനെ രണ്ടായി നേർപകുതിയായി നമുക്കത് മുറിക്കാം എന്ന് പറഞ്ഞു. അല്പം നേരം ആലോചിച്ചിട്ട് പൂച്ചകൾ സമ്മതിച്ചു. ശരി, അതെങ്കിൽ അത് എന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങച്ചൻ പറഞ്ഞു, അതിന് മുമ്പായി രണ്ടുപേരും എൻ്റെ രണ്ട് വശത്തായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. രണ്ട് പൂച്ചകളും കുരങ്ങച്ചൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇരുന്നു. ഉടനെ കുരങ്ങച്ചൻ എന്ത് ചെയ്തു? ആ അപ്പം എടുത്ത് പകുതി ഇങ്ങനെ മുറിച്ചു. പകുതിയായി മുറിച്ചു. അപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായി. അപ്പോൾ കുരങ്ങച്ചൻ പറഞ്ഞു, അയ്യോ, ഇത് വലുതായിപ്പോയല്ലോ, മറ്റേത് ചെറുതായിപ്പോയല്ലോ, അപ്പം ഞാനിത് ഒരേപോലെ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊരു കടി അടിച്ചു. അപ്പം എന്ത് പറ്റി? ഇത് വലുതായി, ഇത് ചെറുതായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു കുരങ്ങച്ചൻ? ഇതൊരു കടി അടിച്ചു. അപ്പം എന്ത് പറ്റി? ഇത് വലുതായി, മറ്റേത് ചെറുതായി. കുരങ്ങച്ചൻ ഇതൊരു കടി അടിച്ചു. അങ്ങനെ കടിച്ചു, ഇങ്ങനെ കടിച്ചു, അങ്ങനെ കടിച്ച് മുഴുവൻ അപ്പോൾ ആര് കഴിച്ചു? കുരങ്ങച്ചൻ തിന്നിട്ട് പോയി. എന്നിട്ട് തിന്നതും കുരങ്ങച്ചൻ അവിടെ നിന്നില്ല കേട്ടോ. വേഗം മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് അവരെ നോക്കി കളിയാക്കി ചിരിച്ചു. പാവം പൂച്ച, അവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി. സങ്കടത്തോടുകൂടി പരസ്പരം നോക്കി ഒന്നും മിണ്ടാതെ അവരവിടുന്ന് നടന്നു നീങ്ങി. കുട്ടികൾക്ക് കഥ മനസ്സിലായോ? എന്താ ഇതിന് നമ്മൾ പഠിക്കുന്ന പാഠം? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കണം, അല്ലേ? നമ്മളത് പരിഹരിക്കാതെ മൂന്നാമതൊരാൾ വന്നാൽ എന്ത് പറ്റും? അതിൽ നിന്ന് അതൊരു മുതലെടുക്കും, അല്ലേ? അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കണം. ഇല്ലെങ്കിൽ മൂന്നാമതൊരാൾ അതിനകത്ത് നുഴഞ്ഞു കയറുകയും നമുക്കത് നാശമുണ്ടാക്കുകയും അവർക്കത് ഗുണമായി തീരുകയും ചെയ്യും. ഇത് നല്ല ഓർമ്മയിൽ വേണം കേട്ടോ നിങ്ങളുടെ മനസ്സിലും. അപ്പം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരമാർഗവും നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ തന്നെ അത് തീർക്കണം. വേറൊരാളിൻ്റെ ആവശ്യമേ ഇല്ല. പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ, അല്ലേ? ശരി, കഥ ഇഷ്ടമായോ? ശരി, ഇതാ നിങ്ങളുടെ കഥാശേഖരത്തിൽ ഒരു കഥയും കൂടിയായി, അല്ലേ? അടുത്തൊരു കഥയുമായി ലക്ഷ്മി ടീച്ചർ ഉടനെ വരാം കേട്ടോ. അതുവരേക്ക് ബൈ.